വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും കാണുക. ഇന്ന് നാടൻ രീതിയിലുള്ള ഒരു പഴങ്കഞ്ഞി കഴിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഈ വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അപ്പം വീഡിയോക്ക് ലൈക്കും കമൻറ്റും ഷെയറും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് ഈ വീഡിയോ ഒന്ന് ഫുള്ളൊന്ന് കണ്ടു നോക്കാം. എല്ലാവരും കമൻറ്റ് അറിയിക്കുക. പഴങ്കഞ്ഞി എല്ലാവരും കുടിച്ചിട്ട് പഴങ്കഞ്ഞിയുടെ അഭിപ്രായങ്ങൾ എല്ലാവരും അറിയിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് ഫുള്ള് കണ്ടു നോക്കിയാലോ. പോകാൻ വീഡിയോയിലേക്ക്. പഴങ്കഞ്ഞി കുറച്ച് ഇങ്ങനെയാണ് നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കുക. നല്ലതായിട്ട് അരയണം കേട്ടോ. ഇനി ഇച്ചിരി വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കണം. ഇച്ചിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഇനി എല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സാക്കി വായിക്കൂടെ വെള്ളം ഊറുന്നു. കൊണ്ടൊന്ന് നോക്കട്ടെ. അടിപൊളി. നമുക്ക് പഴങ്കഞ്ഞി കുടിക്കാൻ വേണ്ടി ചക്ക ഇച്ചിരേറെ എനിക്ക് വേണം. നമുക്ക് കുറച്ച് ചോറിട്ട് കൊടുത്താൽ മതി പഴങ്കഞ്ഞിക്ക്. എനിക്ക് ചക്ക കൂടുതലിട്ട് ഇളക്കണം. ചോറിനൊക്കെ ചക്ക ഏറ്റവും നല്ലതാണ്. അത്രയും ചോറ് മതി. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കാന്താരി ചമ്മന്തി ഇച്ചിരി കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് അവിയൽ ഇതിൻ്റെ ഊണിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് നല്ല കട്ട തൈര് അതിനകത്തോട്ട് ഒഴിക്കാൻ കൊടുക്കാം. ഇനി നമുക്കൊരു സ്വല്പം ഉപ്പൊഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി ഇച്ചിരി മത്തിച്ചാറ് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മൾ കൊഴുത്ത സാമ്പാർ. ഇനി നമുക്ക് അതിൻ്റെ കൂടെ തൊട്ട് കഴിക്കാനുള്ളത് നല്ല ഉണക്കമീൻ കുട്ടൻ വറുത്തത്, കാന്താരി ചമ്മന്തി, നാരങ്ങ അച്ചാറിട്ടത്, മത്തിക്കറി. അടിപൊളി, സൂപ്പർ. ഞാൻ പഴങ്കഞ്ഞി കുടിക്കാൻ പോകാം. അപ്പോൾ ഇത് ഇളക്കുന്നോടൊന്ന് കാണിക്കാം. അതാണ് മത്തിയൊക്കെ നല്ല അടഞ്ഞ് കിടക്കുക. ഇങ്ങനെ പയ്യെ അങ്ങോട്ട് ഇളക്കണം. ബോട്ട് വയ്ക്കുക. ചമ്മന്തി എടുത്ത് ഇതിലോട്ട് വയ്ക്കുക. അച്ചാർ ഇതിലോട്ട് വയ്ക്കുക. മത്തി ഉണ്ടോ, ചെറിയ മത്തി കേട്ടോ. എന്നിട്ട് ഇങ്ങനെ കൊണ്ട് വെച്ചിട്ട് സൂപ്പർ. ഈ വറുത്തമീനാണ് അടിപൊളി. പഴങ്കഞ്ഞിക്ക് ഉണക്കമീനാണ് പഴങ്കഞ്ഞി കുടിക്കാൻ സൂപ്പർ സാധനം കേട്ടോ. ഈ ദോശയും ഇഡ്ഡലിയും പുട്ടും ഒക്കെ തിന്നുന്ന സമയം, കഴിക്കുന്ന സമയം കൊണ്ട് അതിന് പോലെ ഏറ്റവും നല്ലതാണ് ഈ പഴങ്കഞ്ഞി കുടിക്കുന്നത്. പഴങ്കഞ്ഞിയാണ് ശരീരത്തിന് ഉന്മേഷം കിട്ടുന്നത്. എനിക്കതാണ് ഇഷ്ടം കേട്ടോ. ഞാൻ അങ്ങനെ കഴിക്കുള്ളൂ. എനിക്കെപ്പോഴും പഴങ്കഞ്ഞിയാണ് ഇഷ്ടം. ഞാൻ പഴങ്കഞ്ഞിയാണ് കുടിക്കുന്നത്. അപ്പം പഴങ്കഞ്ഞി ഏറ്റവും നല്ലതാണ്, ശരീരത്തിനൊക്കെ നല്ലതാണ്. അപ്പം പഴങ്കഞ്ഞിയാണ് ഞാൻ. ഇപ്പം വഴിയോരങ്ങളിലൊക്കെ ഇപ്പം പഴങ്കഞ്ഞി കൂടി കൊടുക്കുന്നുണ്ട്, കഞ്ഞി കൊടുക്കുന്നുണ്ട്. അതൊക്കെയാണ് ഇപ്പം നല്ലത്. വിശപ്പറിയത്തില്ല. പഴങ്കഞ്ഞി കുടിച്ച് ഇറങ്ങിയാൽ പിന്നെ വിശപ്പറിയത്തില്ല. ചപ്പാത്തിയോ ദോശയോ ഇഡലിയൊക്കെ നമ്മൾ കഴിച്ചാൽ ഇടയ്ക്ക് ഒരു വിശപ്പ് വരും. അപ്പോൾ ഇത് ഇങ്ങനെ കഴിക്കാമെങ്കിൽ ഏറ്റവും നല്ലതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പം നിങ്ങൾ ഇങ്ങനെയൊക്കെ കഴിച്ചു നോക്കുക. അടിപൊളിയാണ്. പഴങ്കഞ്ഞിക്ക് കുറ്റം പറയാൻ ആരും ഒന്നും പറയത്തില്ല. ഏറ്റവും നല്ലത് പഴങ്കഞ്ഞിയാണ്. ഞാനിങ്ങനെയൊക്കെയാണ് പഴങ്കഞ്ഞി കുടിക്കുന്നത് രാവിലെ കേട്ടോ. എനിക്ക് ഇഡ്ഡലിയും വേണ്ട, ദോശയും വേണ്ട, പുട്ടും വേണ്ട, ഒന്നും വേണ്ട. ഞാനിങ്ങനെ ഇച്ചിരി മീനൊക്കെ വറുത്ത് ചക്കയൊക്കെ ഉള്ളപ്പം കപ്പയും ഒക്കെ ഇട്ട് ഇതുപോലെ അങ്ങോട്ട് അടിച്ച് പെരുകും. സൂപ്പറാണ്, അടിപൊളിയാണ്.
അന്നത്തെ ദിവസം ഇനി വേറൊരു ആഹാരവും വേണ്ട. പഴങ്കഞ്ഞി രാവിലെ കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്കും വേണ്ട, പിന്നെ അത്താഴം മതി. അപ്പോൾ എല്ലാം കഴിച്ച് അവസാനം ഇങ്ങനെ മൂന്തി കുടിക്കണം. എല്ലാം കൂടെ കൊണ്ട് അടുപ്പിച്ചിട്ട് കൊണ്ട് ഇതിൻ്റെ വെള്ളം കുടിക്കണം അവസാനം കേട്ടോ. അതാണ് സൂപ്പർ. അവസാനം വരുന്ന കളയരുത്, ഇളക്കി വെച്ചേക്കുന്ന ഒന്നും. ഇച്ചിരി ഉണക്കമീനും ഇച്ചിരി ചമ്മന്തിയും കൂടെ വരിടുക. സൂപ്പർ. അവസാനത്തെ വെള്ളം ഇതുപോലെ വടിച്ചും കൂടെ കുടിക്കണം, നല്ല കേട്ടോ. മീൻ ഉണക്കമീൻ കുട്ടനുണ്ട്. അടിപൊളിയാണ്.